ചായ അല്ലെങ്കിൽ ഒരു കോഫി, ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയണം. നമ്മൾ എങ്ങനെ പറയാ? എ ടീ, എ കോഫി. സാധാരണഗതിയിൽ ഇങ്ങനെ നമ്മൾ വുഡ് യു ലൈക്ക് എ ടീ, വുഡ് യു ലൈക്ക് എ കോഫി എന്നൊക്കെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഐ വാണ്ട് എ ടീ, ഐ വാണ്ട് എ കോഫി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ, പറയുന്നുണ്ടെങ്കിൽ, ഇത് ശരിക്കും ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള പ്രയോഗമാണ്. ഇതിനോട് ഫോർമൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഒരു ചായ എന്നുള്ളതിന് അല്ലെങ്കിൽ ഒരു കോഫി, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എ കപ്പ് ഓഫ് ടീ, എ കപ്പ് ഓഫ് കോഫി. അതുപോലെ തന്നെ എ ഗ്ലാസ് ഓഫ് വാട്ടർ, എ പീസ് ഓഫ് കേക്ക്. അതായത് സാധാരണഗതിയിൽ നമുക്ക് കൗണ്ടബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ പേരുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ നമ്മൾ ഈ ആർട്ടിക്കിൾ ആയിട്ടുള്ള എയും ഏനും നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യാറില്ല, 1, 2 എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് ഉപയോഗിക്കാറില്ല. പകരം നമ്മൾ എ കപ്പ് ഓഫ് ടീ, അതുപോലെ തന്നെ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. സോ പ്ലീസ് അപ്ലൈ ഇറ്റ്. ദെൻ വൺ മോർ തിങ്, ഒരു കാര്യം കൂടെ പറയാം. അതായത് ഇതിന്റെ ഒരു എണ്ണം കൂട്ടുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് കുറെ ചായ വേണം, അപ്പൊ നമ്മൾ ഐ വാണ്ട് ടീസ് അല്ലെങ്കിൽ ഐ വാണ്ട് കോഫീസ് എന്ന് പറയാറില്ല. കാരണം എസ് ഫോം കൊടുത്തിട്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റാറില്ല, പ്ലൂറൽ ആക്കാനും പറ്റാറില്ല. സോ ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്. Dual School of English.